കോതമംഗലത്ത് രണ്ടാനമ്മ കൊലപ്പെടുത്തിയ 6 വയസ്സുകാരി അതുപോലെ കണ്ണീരായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കുട്ടിയുടെ ഖബറടക്കം ഉടൻ നടക്കും. ഇന്നലെ രാത്രിയോടെ കസ്റ്റഡിയിലെടുത്ത പിതാവ് അജാസിനെ പോലീസ് വിട്ടയച്ചിരുന്നു. അജാസിന്റെയും പ്രതി അനീഷയുടെയും 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു എന്നൊരു വിവരം കൂടി അവിടെ നിന്ന് സ്നേഹമോൾ നൈനാൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ദൃശ്യങ്ങൾ കാണാതിരിക്കട്ടെ എന്നാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ മൃതശരീരം, അതും അവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള വേദന സഹിച്ച് മരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുന്നതിനേക്കാൾ വലിയ വേദന എന്താണുള്ളത്? അനീതി, ഒരിക്കലും ഒരു കുഞ്ഞും അനുഭവിക്കാൻ പാടില്ലാത്ത അനീതി, വേദന എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്നേഹി ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട് അവൻ്റെ ദിശ. ആ കുഞ്ഞിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ നാട്ടുകാർ, ഒരു ഇതര സംസ്ഥാന കുടുംബത്തിലെ കുഞ്ഞാണ്, എന്നാൽ പോലും തങ്കപ്പെട്ട കുഞ്ഞ് എന്നാണ് അത്രേ പറയാറ്. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്, അത്രമേൽ സ്നേഹിക്കുകയാണ്. അത് ആ വീട്ടുകാർ മാത്രമല്ല, സമീപത്തുള്ള ആളുകളുമൊക്കെ കുഞ്ഞുങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നതാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു ചേതനേറ്റ പിഞ്ചു ശരീരം അവിടേക്ക് കൊണ്ടുവരേണ്ടി വരുന്ന, അത് കാണേണ്ടി വരുന്ന, ആ വാർത്ത വായിക്കേണ്ടി വരുന്ന ദുർഗതി നമുക്കുമൊക്കെ ആവർത്തിച്ചുണ്ടാകുന്നത്. അതിപ്പോൾ ഒരിക്കലല്ലല്ലോ, പലയിടത്തും നമ്മൾ പല വാർത്തകൾ ഇതുപോലെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കേരള സമൂഹമാകെ ഇത്തരം ദൃശ്യങ്ങൾ ഇതിനു മുൻപും കാണേണ്ടി വന്നിട്ടുണ്ട്. അതാണ് സ്ഥിതി. അത് ആവർത്തിക്കപ്പെടുന്നു പലയിടത്തും. എന്ത് ചെയ്യാനാകുമെന്ന ചോദ്യത്തിന് നമ്മുടെ മുന്നിൽ ഉത്തരമില്ല. പക്ഷേ എന്ത് ചെയ്യാനാകുമെന്നത് പൊതുസമൂഹവും നമ്മുടെ സംവിധാനങ്ങളുമൊക്കെ ആലോചിക്കേണ്ടതുമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ബാല്യം വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ അവരുടെ ജീവൻ ഏറ്റവും ഉറ്റവർ എടുക്കുന്ന, പിച്ചിയെറിയുന്ന അവസ്ഥ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സ്നേഹമോൾ നൈനാൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സ്നേഹ, ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആ കുഞ്ഞിനോട് മാപ്പ് പറഞ്ഞ് അതിനെ യാത്രയാക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. തീർച്ചയായും അതോ നിറ കണ്ണുകളോടെ അല്ലാതെ ആർക്കും ഈ രംഗങ്ങളൊന്നും കണ്ടു നിൽക്കാനാവുകയില്ലല്ലേ. കാരണം ഒന്നും അറിയാത്തൊരു പ്രായം, ഒന്നും അറിയാതെ ആ കുഞ്ഞ് ജനിച്ചു. ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ ഈ ലോകത്തോട് വിട പറയേണ്ട ഒരവസ്ഥ. നിലവിൽ ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ 10:45 കൂടി തന്നെ നെല്ലിക്കുഴി പള്ളിയിലായിരിക്കും നടക്കുക. അതിനു മുന്നോടിയായി പീസ് വാലി റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കുഞ്ഞിൻ്റെ മൃതദേഹം എത്തിച്ചു. കുഞ്ഞിനെ കുളിപ്പിച്ചു. അതിനുശേഷം ഇവിടുത്തെ അന്തേവാസികളടക്കം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തി. അതുതന്നെയായിരുന്നു ദൃശ്യങ്ങളിലൊക്കെ തന്നെയും കണ്ടത്. അതിനുശേഷമാണ് ഈ കുഞ്ഞിനെ ഖബറടക്കത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഈ കുഞ്ഞിനെ കണ്ട എല്ലാവരും, ചെറിയൊരു പൊതുദർശനമൊക്കെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാവർക്കും നിറക്കണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരെ പോകുന്ന ആളുകളൊക്കെയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ സമയം അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിനുള്ളിൽ കൂടെ കളിച്ച് നടക്കേണ്ട ഒരു കുഞ്ഞായിരുന്നു. ഈ കുഞ്ഞിനെ മാധു നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ കുഞ്ഞിനെക്കുറിച്ച് ആളുകൾക്ക് പറയുമ്പോൾ 100 വാക്കുകളാണ്. കാരണം തങ്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ മിണ്ടുമായിരുന്നു. അവൾ മിഠായി വാങ്ങാൻ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം കാണുന്ന എല്ലാ മനുഷ്യരോടും സംസാരിച്ചുകൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത്രയ്ക്ക് തങ്കപ്പെട്ടൊരു കുഞ്ഞായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ തങ്കമായി തന്നെ അവർ വളർന്നു. ഇനിയിപ്പോൾ അവൾക്ക് നമുക്ക് പറയാൻ സാധിക്കും, മർദ്ദനങ്ങളൊന്നും ഏൽക്കാതെ, രണ്ടാനമ്മയെ പേടിക്കാതെ ഒരു ലോകത്തേക്കാണ് അവൾ മടങ്ങുന്നത്. ഏറെ വേദന നിറഞ്ഞ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ സഹോദരി, അതായത് ഈ രണ്ടാനമ്മയിലുണ്ടായ കുഞ്ഞ്, നിലവിൽ ആ കുഞ്ഞിൻ്റെ സംരക്ഷണമൊക്കെ സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞ് ഇപ്പോൾ ഒരു കെയർ ഹോമിലാണുള്ളത്. ദൃശ്യങ്ങൾ കാണാം. കുഞ്ഞിൻ്റെ സമീപത്ത് അജാസ് ഖാൻ, കുഞ്ഞിൻ്റെ പിതാവാണുള്ളത്. അജാസ് ഖാൻ നേരത്തെ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. കാരണം എപ്പോഴും അദ്ദേഹം ജോലിക്ക് പോകുന്നത് കുഞ്ഞിന് ഉമ്മ കൊടുത്തിട്ടാണ്. 2 കുഞ്ഞുങ്ങൾക്കും ഉമ്മ കൊടുത്തിട്ടാണ് പോകുന്നത്. അത്തരത്തിൽ അദ്ദേഹം ഈ കുഞ്ഞിനും ഉമ്മ കൊടുത്തിട്ട് ജോലിക്ക് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ കണ്ടത് ചേതനയറ്റ് കിടക്കുന്ന കുഞ്ഞിൻ്റെ മൃതശരീരമാണ്. എന്തായാലും തീരെ അദ്ദേഹം അതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അനീഷയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അനീഷയുടെ പെരുമാറ്റത്തിൽ പോലും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകും എന്ന് അദ്ദേഹം തീരെ പ്രതീക്ഷിച്ചില്ല. ഈ നാട്ടുകാരൊക്കെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, കുഞ്ഞിനെ വല്ലാതെ ഈ അനീഷ ഉപദ്രവിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പലതവണ അനീഷയോട് പറഞ്ഞതായിരുന്നു ഈ അജാസ്. പക്ഷേ അതൊന്നും കേട്ടില്ല. ഇവരുടെ ഒരു കുടുംബത്തിൽ ബാധ്യതയാകുമോ, ഇവർക്കിടയിൽ ഈ കുഞ്ഞ് ബാധ്യതയാകുമോ എന്നൊരു തോന്നൽ, ഒരു നിമിഷത്തെ ഒരു ദുശ്ചിന്തയാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. എന്തായാലും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പോകുന്നത്. വളരെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞ്, ഒന്നും അറിയാത്തൊരു പ്രായം, ഒന്നും അറിയാത്തൊരു പ്രായമാണ്. അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളിൽ ചേരാനിരുന്ന കുഞ്ഞായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെ അവൾക്കും ആഗ്രഹമുണ്ടായിരിക്കാം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ എങ്കിൽ നാളെ ഈ കുടുംബത്തിന് തന്നെ തണലാകേണ്ട ഒരു കുഞ്ഞാണ് ചേതനയറ്റ് മണ്ണിലേക്ക് പോകുന്നത്. എന്തായാലും നിലവിൽ ആംബുലൻസ് പീസ് വാലിയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു.
നെല്ലിക്കുഴി പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയായിരിക്കും തുടർന്ന് പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റും നടക്കുക. അതിനുശേഷമായിരിക്കും കുഞ്ഞിനെ ഖബറടക്കുക. മാധവ്, വിവരങ്ങൾ നൽകിയത്. വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവൾക്കല്ലേ, എന്താകണം എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന പ്രായമാണ്. പക്ഷെ ഒരു നല്ല മനുഷ്യനായ, നല്ല മനുഷ്യ സ്ത്രീയായ ഒരു അമ്മയെ അവൾക്ക് ലഭിക്കാതെ പോയി എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം.